ഹായ് ഓൾ. HSA പരീക്ഷയുടെ ഡേറ്റുകൾ വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ നമുക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു 3 മാസം. അത് കറക്റ്റ് 3 മാസം ഒന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും ആ ഒരു നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവരുടെ സബ്ജക്റ്റുകൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും HSA പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് അഫെയർസ് മേഖലകൾ, അത് ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് പറയല്ല. റീസെൻ്റായിട്ട് 2024 അവസാനത്തിലും 2025 ഇതുവരെ നടന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിലെല്ലാം കറണ്ട് അഫെയർസ് എല്ലാം അനലൈസ് ചെയ്തിട്ട് അതിൽ കൂടുതലായിട്ട് ചോദിച്ച ചോദ്യ മേഖലകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട പല ഇൻഷുറൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ആ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് മേഖലകൾ ഏതൊക്കെയാണ് അത് പിക്ക് ചെയ്തുകൊണ്ട് അത് കൃത്യമായിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന HSA ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, എല്ലാ പരീക്ഷകൾക്കും മേ ബി അവിടെ സബ്ജക്റ്റ് അനുസരിച്ചിട്ട്, ഇപ്പോൾ സോഷ്യലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, എന്നാൽ കൂടി സോഷ്യൽ സയൻസ് ഒക്കെ ആണെങ്കിൽ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ്, പല രീതിയിലുള്ള സ്കീംസുകളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കംപ്ലീറ്റ് വീഡിയോ ആണിത്. എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. It's me, Muhammad Faris. Welcome to Spectrum. സോ നമുക്ക് എന്തായാലും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് മേഖലകൾ ഏതൊക്കെയാണ് അതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് കുറച്ച് കറണ്ട് അഫെയർസ് പിക്ക് ചെയ്തിരിക്കുമല്ല, ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള റീസെൻ്റ് ആയിട്ട് പല ഡിഗ്രി പ്രിലിംസ് നടന്നു, അതുപോലെ തന്നെ പല LP UPയുടെ ഒക്കെ NC എക്സാംസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പല ജനറൽ PSC എക്സാംസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ചോദിച്ച പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ പിക്ക് ചെയ്തിട്ട് അത് മുൻപുള്ള പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും സ്പെയ്ഡക്സ് പോലെ, അതുപോലെ നമ്മുടെ MT വാസുദേവൻ നായരെ അദ്ദേഹം മരിച്ചു, അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് എന്നല്ല ഒരു സെഷനാണ് ആക്ച്വലി ഇതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അത് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ആ ഓരോ ടോപ്പിക്സും നിങ്ങൾ ഇനി ഇത് സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ ഞാനിത് കവർ ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയുന്നത് കേരള അവാർഡ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ കേരള അവാർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2024 ഏറ്റവും ഒടുവിലായിട്ട് കേരള അവാർഡ്സ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ അവാർഡുകളെ കുറിച്ചും അവർ ഏത് മേഖലയിൽ പ്രശസ്തമാണ് എന്നതിനെ കുറിച്ചും കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കുക. ചിലപ്പോൾ അങ്ങനെ ചോദ്യം വരാം, ഇന്ന വ്യക്തി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ 2024 കേരളശ്രീ അവാർഡ് ലഭിച്ച ഇന്ന മേഖലയിലുള്ള വ്യക്തി ഏതാണ്, ഈ രീതിയിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് കേരള അവാർഡ്സ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യ മേഖലയാണ് കേരള അവാർഡ്സ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ മേഖലയാണ് പത്മ അവാർഡ്സ് എന്ന് പറയുന്നത്. പത്മവിഭൂഷണെ കുറിച്ചും ഇപ്പോൾ മലയാളിയായിട്ടുള്ള MT മരണാനന്തര ബഹുമതിയായിട്ട് പത്മ അവാർഡ്സ് വിൻ ചെയ്തിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ പത്മശ്രീ, പത്മഭൂഷൺ ഈ അവാർഡുകളൊക്കെ 2 മലയാളികൾക്ക് ഭൂഷൺ ലഭിച്ചിട്ടുണ്ട്, 3 മലയാളികൾക്ക് പത്മശ്രീ ഈ വർഷം ലഭിച്ചിട്ടുണ്ട്, 2025 ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പ്രധാനമായിട്ടും നമ്മളൊരു കേരള PSC എക്സാം എഴുതുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ മലയാളികളെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ചില മരണാനന്തര ബഹുമതിയൊക്കെ ആയിട്ട് പല നമ്മുടെ ഒസാമു സുസുക്കി എന്നൊക്കെ പറയുന്ന മാരുതി സുസുക്കിയുടെ സ്ഥാപകൻ, അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. മേ ബി അതും ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അറിയാം നിങ്ങൾക്ക് കേരള ലിറ്ററേച്ചർ അവാർഡ്, എല്ലാ പ്രധാനപ്പെട്ട കേരളത്തിലെയും സാഹിത്യ അവാർഡുകൾ, അത് എഴുത്തച്ഛനായിക്കോട്ടെ, വയലാർ ആയിക്കോട്ടെ, തകഴി ആയിക്കോട്ടെ, ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ട് നൽകിയിട്ടുള്ള കേരള സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലായിക്കോട്ടെ, അതായത് ഇന്ത്യയിലാണെങ്കിൽ JCB പുരസ്കാരം, ജ്ഞാനപീഠ പുരസ്കാരം, സരസ്വതി സമ്മാൻ, ഇങ്ങനെയുള്ള പുരസ്കാരങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലാണെങ്കിൽ ബുക്കർ പ്രൈസ്, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്, അതുപോലെ തന്നെ നൊബേൽ തന്നെ സാഹിത്യ പുരസ്കാരം. അപ്പോൾ ഇങ്ങനെയുള്ള, അത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെയും ലോകതലത്തിലെയും പ്രധാനപ്പെട്ട ലിറ്ററേച്ചർ അവാർഡ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓൾറെഡി ചോദിച്ചതാണ്, അത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക.
അടുത്ത ഫിഫ വേൾഡ് കപ്പ് ആണ്. ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഫിഫ വേൾഡ് കപ്പ് 2022 കഴിഞ്ഞതാണ്. ഇനി അപ്കമിങ് ആയിട്ട് 26 വരുന്നുണ്ട്. അതുപോലെ കുറെ വേദികൾ 2030 34 വേദികൾ, 34 സൗദി അറേബ്യയിലാണ് ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പോൾ വേദികളെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ചോദ്യം മുൻപ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഫിഫ വേൾഡ് കപ്പിന്റെ വേദികൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ പാരീസ് ഒളിമ്പിക്സ് അറിയാം. പാരീസ് ഒളിമ്പിക്സ് അടുത്തൊരു ഒളിമ്പിക്സ് നടക്കുന്നത് വരെ തീർച്ചയായിട്ടും പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് അതിലെ മെഡൽ ജേതാക്കളുമായി ബന്ധപ്പെട്ട് അതിലെ പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിരന്തരം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് പാരീസ് ഒളിമ്പിക്സ് അടുത്ത ഒരു ഒളിമ്പിക്സ് നടക്കുന്നത് വരെയുള്ള ഒരു കീ ടോപ്പിക്, ഏത് എക്സാം ആയിക്കോട്ടെ അതിലെ കീ ടോപ്പിക്കാണ് പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. പിന്നെ നാഷണൽ ഗെയിംസ് 2025 ഉത്തരാഖണ്ഡിൽ അവസാനിച്ച നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ കേരളത്തിന് അത്ര നല്ല മികച്ച പ്രകടനമല്ലെങ്കിലും അവിടെ ഓർത്തിരിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല പോയിന്റ്സുകളുണ്ട്. അടുത്ത മീറ്റ് മേഘാലയയിലാണ് നടക്കുന്നത്. അപ്പൊ അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നാഷണൽ ഗെയിംസും വൺ ഓഫ് ദി ഹോട്ട് ടോപ്പിക് ആണ് നിങ്ങളുടെ എക്സാമിൽ. പിന്നെ ഇമ്പോർട്ടന്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കായിക ഇവന്റുകൾ, പ്രധാനപ്പെട്ട സമ്മിറ്റുകൾ, G20, അതുപോലെ തന്നെ COP30 എന്ന് പറയുമ്പോൾ കാലാവസ്ഥാ സമ്മേളനം, അതുപോലെ തന്നെ G7 ഉച്ചകോടി, ബ്രിക്സ് ഇപ്പം നിരന്തരം ചോദിക്കുന്ന ഒരു ഹോസ്റ്റ് ആണ്. ബ്രിക്സ് പല എക്സാമിലും കഴിഞ്ഞ തവണത്തെ 2024 ബ്രിക്സിന്റെ വേദി ഏതാണെന്നൊക്കെ പലപ്പോഴും പല എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ഹോസ്റ്റ്, അത് ഗെയിംസ് ആയിക്കോട്ടെ, ഇതുപോലെ ഇപ്പോൾ ഒളിമ്പിക്സ് പോലെ, അതുപോലെ ഇതിലും അത്ലറ്റിക് മീറ്റ് പോലെ, ഏഷ്യൻ ഗെയിംസ് പോലെ, അല്ലെങ്കിൽ ക്രിക്കറ്റിലെയോ ഫുട്ബോളിലെയോ പ്രധാനപ്പെട്ട ഒരു ഇവന്റ്, അപ്പൊ ഇതിന്റെയൊക്കെ ഇമ്പോർട്ടന്റ് ഹോസ്റ്റുകൾ, അല്ലെങ്കിൽ ഇതിലും സമ്മിറ്റ് G20, G7, കാലാവസ്ഥ ഉച്ചകോടി, അതുപോലെ തന്നെ ബ്രിക്സ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംഘടനകളുടെ ഉച്ചകോടിയെ കുറിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ്, ലോക്സഭ ഇലക്ഷൻ 2024 നടന്ന ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുമായി ബന്ധപ്പെട്ട യൂണിയൻ ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചോദിക്കുന്നുണ്ട്. യൂണിയൻ ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ഇപ്പോഴും സ്റ്റേറ്റ് ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോഴും PSC പരീക്ഷകളിലെ സജീവ സാന്നിധ്യമാണ്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് ലോക്സഭ ഇലക്ഷനെ കുറിച്ചും കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നൊബേൽ പ്രൈസ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ അതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. പിന്നെ ഗ്രാൻഡ് സ്ലാം ട്രോഫീസ്, ഗ്രാൻഡ് സ്ലാം എന്ന് പറഞ്ഞാൽ ടെന്നീസിലെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ് ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ 4 ഗ്രാൻഡ് സ്ലാം ആണ് നടക്കുന്നത്. അതിലെ പുരുഷ വനിതാ വിജയികൾ എപ്പോഴും പഠിക്കുന്നത് നല്ലതാണ്. അത് പലപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പോർട്ടായുള്ള, കേരളത്തിലെ ഏറ്റവും ഒടുവിലായിട്ട് വന്ന വിഴിഞ്ഞം പോർട്ട്, അതുപോലെ പാമ്പൻ ബ്രിഡ്ജിനെ കുറിച്ചൊക്കെ 2025 ഏപ്രിൽ 6 ഉദ്ഘാടനം ചെയ്ത പാമ്പൻ ബ്രിഡ്ജിനെ കുറിച്ചൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പല എക്സാമുകളിൽ ചോദിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒരു ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. വിഴിഞ്ഞം പോർട്ടിന്റെ റീസെന്റ് ആയിട്ട് May 2 നരേന്ദ്രമോദി അത് ഉദ്ഘാടനം ചെയ്തത്. അതിനെക്കുറിച്ച് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് അപ്പോയിന്റ്മെന്റ്സ്. നമുക്കറിയാം, ഈ സാഹിത്യ അവാർഡുകൾ പഠിക്കുന്നത് പോലെ തന്നെയാണ് അപ്പോയിന്റ്മെന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ലോകതലത്തിലൊക്കെ ആണെങ്കിൽ പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, RBI ഗവർണർ, കേരളത്തിലാണെങ്കിൽ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ, ഇങ്ങനെ പല പദവികളും, പല പ്രധാനപ്പെട്ട പദവികളെല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. പിന്നെ ട്രോഫീസ് എന്ന് പറയുമ്പോൾ അത് ഐ തിങ്ക് അത് പ്രധാനപ്പെട്ട സ്പോർട്സ് ഇനങ്ങളുടെ, അതിപ്പോ ICC ചാമ്പ്യൻസ് ട്രോഫി ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇന്ത്യയിൽ ദുബായിലും പാകിസ്ഥാനിലായിട്ട് നടന്നിരുന്നു. അപ്പൊ അതിൽ ഇന്ത്യ ചാമ്പ്യൻസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതുപോലെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഏകദേശം യൂറോ കപ്പ്, കോപ്പ അമേരിക്ക ഇങ്ങനെയുള്ള ടൂർണമെന്റ് നടന്നിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യം വരാം. പിന്നെ ഖേൽരത്ന അവാർഡ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക ബഹുമതിയാണ് ഖേൽരത്ന പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ 4 പേർക്ക് ഈ വർഷം ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിരുന്നു, ഇനിയും ചോദിക്കാം. ബജറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വർഷത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട ബജറ്റ് അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ, ഏറ്റവും കൂടുതൽ തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കുറിച്ചും ബജറ്റിലെ പ്രധാനപ്പെട്ട കീ പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓസ്കാർ അവാർഡ്സ്, അല്ലെ, നമുക്കറിയാം
നൊബേൽ പ്രൈസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആഗോളതലത്തിലെ ഒരു പുരസ്കാരമാണ് ഓസ്കാർ പുരസ്കാരം. അപ്പോൾ 2025 ഓസ്കാർ പുരസ്കാരത്തെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ സുനിത വില്യംസ് എന്ന് പറയുമ്പോൾ അവർ റീസെന്റ് ആയിട്ടാണ് നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. അവരും ബൂച്ച് വിൽമോർ എന്ന് പറയുന്ന ഒരു ആസ്ട്രോനോട്ട് കുറച്ചു കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സ്റ്റക്കായി നിൽക്കുമായിരുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തിരിച്ചെത്തി. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറഞ്ഞ വ്യക്തി ആരാണ് എന്നൊക്കെ പറഞ്ഞ ചോദ്യം വന്നിരുന്നു. അപ്പൊ സുനിത വില്യംസിനെ കുറിച്ചും പ്രധാനപ്പെട്ട ആസ്ട്രോനോട്ട്സിനെ കുറിച്ച് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് സാറ്റലൈറ്റ്സ് ചന്ദ്രയാൻ പോലെ, അതുപോലെ തന്നെ സ്പെയ്ഡക്സ് പോലെ. ഇപ്പൊ സ്പെയ്ഡക്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. STX-1 STX-2 എന്ന് പറയുന്ന ആ 2 സാറ്റലൈറ്റ്സിനെ കുറിച്ച് ചോദ്യം റീസെന്റ് ആയിട്ടുള്ള എക്സാമിൽ ചോദിച്ചിരുന്നു. ഇപ്പൊ സ്പെയ്ഡക്സിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ഡക്കിംഗ് എക്സ്പെരിമെന്റ് ആണ് സ്പെയ്ഡക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇനി ന്യൂ റാംസർ സൈറ്റ് ഇന്ത്യയിൽ കറന്റ് 89 റാംസർ സൈറ്റ് ഉണ്ട്. സോ 4 പുതുതായിട്ട് ഇന്ത്യയിൽ വന്നിരുന്നു. 4 റാംസർ സൈറ്റ് ഇന്ത്യയിൽ പുതുതായിട്ട് വന്നിരുന്നു. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റാംസർ സൈറ്റ് കണക്ട് ചെയ്ത ജാർഖണ്ഡിലും സിക്കിമിലൊക്കെ ആദ്യമായിട്ട് പുതിയ റാംസർ സൈറ്റുകൾ അവിടെ സംസ്ഥാനത്തിലെ തന്നെ ആദ്യ റാംസർ സൈറ്റ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതൊക്കെ റീസെന്റ് ആയിട്ട് പല എക്സാമ്പിൾ ചോദിച്ചിരുന്നു. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസങ്ങളുടെ തീംസുകൾ, പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ പ്രമേയങ്ങൾ, ആരോഗ്യ ദിനം, തണ്ണീർത്തട ദിനം, ലേറ്റസ്റ്റ് ആയിട്ട് ഡിഗ്രി പ്രിലിംസിൽ നമ്മുടെ മനുഷ്യാവകാശ ദിനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നിരുന്നു. അപ്പൊ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ഫിലിം അവാർഡ്സ്, ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് ആട്ടം എന്ന് പറയുന്ന ആനന്ദി ഏകർഷിയുടെ ചിത്രം നാഷണൽ ഫിലിം അവാർഡ്സിൽ പല പ്രധാനപ്പെട്ട കാറ്റഗറികളിലും അവാർഡ് നേടുകയുണ്ടായി. അപ്പൊ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരാം. പിന്നെ റീസെന്റ് ഡെത്ത്, നമുക്ക് MT പോലെ, അതുപോലെ തന്നെ നമ്മുടെ ഷാജിയൻ കരുൺ അദ്ദേഹത്തെ പോലെ, അതുപോലെ തന്നെ മൻമോഹൻ സിംഗിനെ പോലെയുള്ള ആൾക്കാരൊക്കെ റീസെന്റ് ആയിട്ട് മരിച്ചിരുന്നു. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട് റീസെന്റ് ആയിട്ട് പല എക്സാമ്പിളിലും ചോദ്യങ്ങൾ വന്നിരുന്നു. പ്രത്യേകിച്ച് MTയെ കുറിച്ച് നിരന്തരം ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളെ കുറിച്ച്, അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതികളെ കുറിച്ച്. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യ മേഖലയാണ്. അപ്പോൾ ഞാൻ ഏകദേശം റീസെന്റ് ആയിട്ട് നടന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യ മേഖലകളിൽ നിന്നുള്ള, അതായത് പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സ് ചോദ്യ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ഇതിൽ ഉൾപ്പെടുത്താത്ത പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്കും അത് യൂസ്ഫുൾ ആവട്ടെ. നമുക്ക് ഒന്നിച്ച് പഠിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ കൃത്യമായിട്ട് ഈ ഐഡിയ നിങ്ങളിലേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ PSC പ്രിപ്പയർ ചെയ്യുന്നത്, ഇതുപോലെ ടീച്ചിങ് എക്സാം ആയിക്കോട്ടെ, അതുപോലെ തന്നെ ജനറൽ PSC എക്സാം ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ചാനൽ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.